നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും. രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നും EN സുരേഷ് ബാബു. ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം ആരോപണമല്ല, അധിക്ഷേപമെന്ന് ഷാഫി പറമ്പിൽ MP. സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞതിൽ വലിയ സംതൃപ്തിയുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 13,67,00,000 രൂപയുടെ വികസനവുമായി അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രി. നവജാത ശിശുമരണം തടയാൻ 3,20,00,000 രൂപയുടെ അത്യാധുനിക ലേബർ റൂം, 3 കോടിയുടെ CT സ്കാൻ യൂണിറ്റും ആശുപത്രിയിൽ സജ്ജം. കേരളശ്ശേരിയിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ BJP. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വെണ്ണടി നായമ്പാടത്തെ കരിങ്കൽ ക്വാറ അടച്ചുപൂട്ടണമെന്ന ആവശ്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് BJP മാറി. ഷൊർണൂർ VHSSന് കെട്ടിടം നിർമ്മിക്കാൻ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ സ്ഥലം കൈമാറുന്നത് സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങളുടെ കുരുക്കഴിയുന്നു. ടെക്നിക്കൽ സ്കൂളിന്റെ 50 സെന്റ് സ്ഥലം VHSSന് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയായെന്ന് P. മമ്മിക്കുട്ടി MLA. VHSSന് സ്വന്തം സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കും. ചികിത്സാ നിലവാരത്തിൽ സംസ്ഥാന ശ്രദ്ധ നേടി ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ENT വിഭാഗം. 8 മാസത്തിനിടെ ENT വിഭാഗത്തിന് കീഴിൽ മാത്രം വിജയകരമായി നടത്തിയത് 272 ശസ്ത്രക്രിയകൾ. സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ചതായി അധികൃതർ. വാർത്തകൾ വിശദമായി. സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലെന്നും EN സുരേഷ് ബാബു പാലക്കാട്ട് ആരോപിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ MLAയുമായ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഗുരുതരമായ അധിക്ഷേപവുമായാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തിയത്. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കുമെന്നായിരുന്നു ആദ്യ അധിക്ഷേപം. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് ഇവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞു. നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ. നേതാക്കൾ പേടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ്. അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കുട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാഷ് തന്നെ. അല്ല, ഹെഡ്മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാഷ് തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാഷിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? പെൺകുട്ടികളുള്ള കോൺഗ്രസുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ എന്ന് EN സുരേഷ് ബാബു ചോദിച്ചു. ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയൂ.
മുകേഷ്, പി.കെ. ശശി എന്നിവർക്കെതിരായ പരാതിയും രാഹുലിനെതിരായ പരാതിയും ഒന്നായി കാണരുതെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തനിക്കെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ഇതാണോ CPMന്റെ പ്രചരണായുധം? വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എന്ന് CPM വ്യക്തമാക്കണം. സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല, CPM നേതൃത്വമാണ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ? സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. നിലവിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി താങ്കൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. നിങ്ങൾ പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയുന്നു. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ. ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മണ്ഡലത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു MLAക്ക് അയാളുടെ മണ്ഡലത്തിലും നിയമസഭയിലും വരാമെന്ന് ഷാഫി പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അതിന് അദ്ദേഹം MLA ആയിട്ട് തുടരുന്നുണ്ടല്ലോ. അപ്പോൾ അത് അയാൾ വരണോ വേണ്ടി അസംബ്ലി പോകണോ വേണ്ടെന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇപ്പം ഞാൻ വേറെ അഭിപ്രായം അതിനകത്ത് പറയേണ്ടതില്ലല്ലോ. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു ആരോപിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 13.67 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ പൂർത്തിയായത്. ഒരു ഘട്ടത്തിൽ 28.6 30-നടുത്ത് ശിശുമരണങ്ങൾ പോയിരുന്നു. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 30ഓളം കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിൽ മരണമടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് അട്ടപ്പാടിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 6.8 ആണ്. അത് അട്ടപ്പാടിയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഞാൻ പണ്ട് അട്ടപ്പാടിയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പാലക്കാടിന്റെ മറ്റിടങ്ങളിൽ നിന്നും ഞാൻ ചെല്ലുമ്പോൾ മണ്ണാർക്കാട് നിന്നുള്ള പേഷ്യൻസിനെ കണ്ടു. അതിന് അപ്പുറം മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകളും ഇവിടെ സർജറിക്ക് വേണ്ടി എത്തിയതായിട്ട് കണ്ടു. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് നമ്മൾ തുടങ്ങിയത്. ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും 1000 മേജർ ശസ്ത്രക്രിയകൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ട്. നവജാത ശിശുക്കളുടെ മരണം തടയാൻ 3,20,00,000 രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലക്ഷ്യ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ OP, ലിഫ്റ്റ്, സ്ക്രീനിംഗ് ബ്ലോക്ക്, 3 കോടി രൂപ ചെലവിൽ CT സ്കാൻ യൂണിറ്റ് എന്നിങ്ങനെയാണ് ആശുപത്രി നവീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. CT സ്കാനിങ്ങിനായി മണ്ണാർക്കാട്, കോയമ്പത്തൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സ്ഥിതിയിലായിരുന്നു അട്ടപ്പാടി നിവാസികൾ. ഇതിന് പരിഹാരമായാണ് CT സ്കാൻ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 34 ലക്ഷം രൂപ ചെലവിൽ പുതിയ OP കെട്ടിടം, 40 ലക്ഷം രൂപ ചെലവിൽ പുതിയ ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, ഡേ കെയർ ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ, 2.60 കോടി രൂപ ചെലവിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്,
വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ 68 ലക്ഷം രൂപ ചെലവിൽ 250 kV ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ, 1,40 ലക്ഷം രൂപ ചെലവിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനം, എസ്കേപ്പിംഗ് സ്റ്റെയർ, പാരപ്പറ്റ്, റാമ്പ്, സ്റ്റോർ ഓൺ ക്യാൻറ്റീൻ, 1 കോടി രൂപ ചെലവിൽ ഡയാലിസിസ് കീമോതെറാപ്പി കേന്ദ്രം, 22 ലക്ഷം രൂപ ചെലവിൽ ലോണ്ടറി യൂണിറ്റ് എന്നീ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC നീതു, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ലക്ഷ്മണൻ, P രാമമൂർത്തി, ജ്യോതി അനിൽകുമാർ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ITDP പ്രോജക്ട് ഓഫീസർ KP സാദിഖ് അലി, അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രി RMO ഡോക്ടർ K മിഥുൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV റോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിന്ന് ഷൊർണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കൈമാറാനുള്ള സാങ്കേതിക തടസ്സങ്ങളുടെ കുരുക്കഴിയുന്നു. ടെക്നിക്കൽ സ്കൂളിൻ്റെ 50 സെൻറ്റ് സ്ഥലം VHSSന് കൈമാറാനുള്ള നടപടികൾ പൂർത്തീകരണത്തിലെത്തിയെന്ന് P മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. നടപടികൾ പൂർത്തിയാകുന്നതോടെ VHSSന് സ്വന്തം സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുമെന്നും MLA അറിയിച്ചു. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ രേഖയിലാണ് നിലവിൽ ചുറ്റുമതിലും മുഴുവൻ സ്ഥലവും നിലകൊള്ളുന്നത്. എന്നാൽ VHSS പ്രവർത്തനം ആരംഭിക്കുന്നതാകട്ടെ താൽക്കാലിക ഷെഡിലായിരുന്നു. VHSSന് സ്വന്തമായി കെട്ടിടം വേണമെന്ന ആഗ്രഹത്താൽ ശ്രമം നടത്തിയപ്പോഴാണ് സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലകളെക്കുറിച്ച് P മമ്മിക്കുട്ടി MLA അറിയുന്നത്. VHSSന് കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലം ഇല്ലാത്തതാണ് നിലവിലെ പ്രശ്നം. ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ ഭൂമി VHSSന് കൈമാറാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടിയുടെ കെട്ടിടം നിർമ്മിക്കാനായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നത്. VHSSന് ഭൂമി കൈമാറാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്നും 50 സെൻറ്റ് സ്ഥലം കൈമാറാനുള്ള നടപടികളാണ് നടത്തുന്നതെന്നും P മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമി ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് കൈമാറാനുള്ള നടപടികൾ കുറച്ച് വർഷങ്ങളായി ആരംഭിച്ചെങ്കിലും ഒട്ടേറെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം അത് പൂർത്തീകരണത്തിൽ എത്തിയില്ല. പ്ലാൻ ഫണ്ടിൽ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ വന്നതിന് ശേഷവും നടത്തിയപ്പോഴും ഈ ഭൂമി കൈമാറ്റത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാവാതെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൂമി കൈമാറ്റത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ച് വരുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥലത്തിന് മതിയായി ഒരു 50 സെൻറ്റ് കൈമാറി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ VHSക്ക് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ കെട്ടിടം ഉണ്ടാക്കിയാൽ അത് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ കെട്ടിടമായിട്ടാണ് വെക്കുക. അവിടെയാണ് ഈ കെട്ടിടത്തിൻ്റെ വലിയ പരിമിതമായ പ്രശ്നങ്ങളൊക്കെ. ഭൂമി സ്വന്തമായാൽ മാത്രമേ VHSSന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം കെട്ടിടം നിർമ്മിച്ചാൽ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റേതായി മാറുമെന്നും MLA പറഞ്ഞു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കേരളശ്ശേരി വെണ്ണടി നായമ്പാടത്തെ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് BJP. ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട പോലീസും ഭരണസമിതിയും ക്വാറി മാഫിയകൾക്കൊപ്പമാണെന്നും പ്രദേശവാസികളോടുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്നും MP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പാറ പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് പ്രദേശത്തുകാരുടെ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നെന്നും ശ്രീകുമാരൻ മാസ്റ്റർ പറഞ്ഞു. BJP പ്രദേശവാസികൾക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തരത്തിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. ഈ ജീവനും സ്വത്തിനും ഭീഷണി വരുമ്പോ അതൊക്കെ സംരക്ഷിക്കുവാൻ ആരാ ചുമതല? പോലീസിനും ഇല്ലേ? എന്റെ ചോദ്യത. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ട് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് FIR ഇട്ടിട്ടില്ല. നാളിതുവരെയായി പോലീസ് FIR ഇട്ടിട്ടില്ല.
പോലീസ് ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ജീവനും സ്വത്തിനും ഭീഷണിയുള്ള ആളുകൾക്ക് വേണ്ടിയാണോ അതോ കോറി മാഫിയയ്ക്ക് വേണ്ടിയാണോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MP പ്രഭാകരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VC ബാലകൃഷ്ണൻ, K ജിഷ്ണുശങ്കർ, PG ശ്രീനാഥ്, MP ഉണ്ണികൃഷ്ണൻ, MP രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MB സുരേഷ് ബാബു സ്വാഗതവും ഗോപകുമാർ നന്ദിയും പറഞ്ഞു. കേരളശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ കൊങ്ങാട് പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുതിർന്ന പൗരന്മാരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഷൊർണൂരിൽ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രതിഷേധം. അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനവും തുടർന്ന് പ്രതിഷേധ ധർണയും നടത്തി. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന വർഷങ്ങളായി തുടരുകയാണെന്നും കേന്ദ്രത്തിൻ്റെ സമീപനമാണ് പ്രശ്നമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രകടനം ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ചു. വർദ്ധിപ്പിച്ചു നൽകുക, കോവിഡ് കാലത്തെ നിർത്തലാക്കിയ റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിച്ചു നൽകുക, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള 8ാം ശമ്പള കമ്മീഷൻ്റെ ആനുകൂല്യങ്ങൾ കേന്ദ്ര പെൻഷൻകാർക്കും നിലനിർത്തുക, പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും പ്രതിഷേധധർണയും സംഘടിപ്പിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന വർഷങ്ങളായി തുടർന്നു വരികയാണെന്നും കേന്ദ്രത്തിൻ്റെ സമീപനമാണ് നിലവിലെ പ്രശ്നമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MR മുരളി പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പോ 80-ൽ 45 രൂപ പെൻഷൻ പദ്ധതിയാണ്. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് 2005 മറ്റുമാണ് ഈ പെൻഷൻ പദ്ധതി കേന്ദ്ര പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. കർഷക തൊഴിലാളിക്ക് 200, പിന്നെ വിധവ 300, പിന്നെ മറ്റൊരു ഭാഗമില്ല അംഗപരിമിതർക്ക് 400 2005-ലാണ്. ഇതേതാ കൊല്ലം? 2025-ആണ്. 20 കൊല്ലത്തിനിടയിൽ എത്ര കൂടി? കേന്ദ്ര പെൻഷൻ എത്ര കൂടി? 1 കൂടി. 80-ൽ ആരംഭിച്ച 45 ഇന്ന് 1600-ആണ്. എത്ര ഇരട്ടി കൂടി? സമീപനാണ് പ്രശ്നം. ആ സമീപനം ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിൽ, കൊല്ലങ്ങളായിട്ടുണ്ട്. അങ്ങനെ കൊല്ലങ്ങളായി ആ സമീപനം പുലർത്തുന്നത് കൊണ്ടാണ് കേരളം മാതൃകയായി നിൽക്കുന്നത്. രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന്. അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ND ദിൻഷാദ്, ES കൃഷ്ണൻ, PR സുരേഷ് കുമാർ, K ചന്ദ്രൻ മുണ്ടായ, പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചികിത്സാ നിലവാരത്തിൽ സംസ്ഥാന ശ്രദ്ധ നേടി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ENT വിഭാഗം. കഴിഞ്ഞ 8 മാസത്തിനിടെ 272 ശസ്ത്രക്രിയകളാണ് ENT വിഭാഗത്തിന് കീഴിൽ മാത്രമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. പുതിയ കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും കൂടി വന്നതോടെ അത്യാധുനിക നിലവാരത്തിലേക്ക് മാറിയ താലൂക്ക് ആശുപത്രിയിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് നൂറുകണക്കിന് രോഗികളാണ്. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളുടെ നിലവാരമെടുത്തു പരിശോധിച്ചാൽ സങ്കീർണമായ പല ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തീകരിക്കുന്നതിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മുൻപന്തിയിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ENT ശസ്ത്രക്രിയകൾ നടക്കുന്ന സർക്കാർ ആശുപത്രിയായി ഒറ്റപ്പാലം മാറിയെന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 8 മാസം കൊണ്ട് 272 ശസ്ത്രക്രിയകളാണ് ENT വിഭാഗത്തിന് കീഴിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ജില്ലയിലെ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ENT ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രിയും ഇതാണ്. സ്വകാര്യ ആശുപത്രികളിൽ വലിയ ചികിത്സാ ചെലവ് വരുന്ന ശസ്ത്രക്രിയകളാണ് ഇവിടെ സൗജന്യമായി ചെയ്യുന്നത്. മൂക്കിലെ ദശവളർച്ചയ്ക്കുള്ള അഡിനോയിഡ്, മൂക്കിൻ്റെ പാലത്തിന് വളവിനുള്ള ശസ്ത്രക്രിയ, ചെവിയുടെ പാടയ്ക്കുണ്ടാകുന്ന തകരാറുകൾക്കായുള്ള ശസ്ത്രക്രിയ, ചെവിക്കുള്ളിലുണ്ടാകാറുള്ള അണുബാധയ്ക്കുള്ള ശസ്ത്രക്രിയ തുടങ്ങി പലതരത്തിലുള്ള ENT സംബന്ധമായ
12ഓളം ശസ്ത്രക്രിയകളാണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതെന്ന് ഡോക്ടർ സുരാജ് സുരേന്ദ്രൻ പറഞ്ഞു. മെയിനായിട്ട് നമുക്ക് മൂക്കിന്റെ ദശ, കുട്ടികൾക്കുണ്ടാവുന്ന മൂക്കിന്റെ ദശ, അത് കാരണം ചെവിയിലുണ്ടാവുന്ന പഴുപ്പ്, ശ്വാസം കിട്ടായിക, കൂർക്കം വലി, ഇതൊക്കെ മാറുന്ന അഡിനോയിഡക്ടമി ചെയ്യുന്നുണ്ട്. പിന്നെ തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ മാറുന്നതായിട്ട് ടോൺസിലെക്ടമി അത് ചെയ്യുന്നുണ്ട്. ചെവിയുടെ പാടയിൽ ഉണ്ടാവുന്ന ദ്വാരം അത് കറക്റ്റ് ആക്കാനുള്ളത് ടിമ്പാനോപ്ലാസ്റ്റി, അതുകൂടാണ്ട് ചെവിയുടെ ബാക്കിലത്തെ എല്ലിൽ ഉണ്ടാവുന്ന പഴുപ്പ് നീക്കം ചെയ്യുന്ന മാസ്റ്റോയിഡക്ടമി ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മൂക്കിന്റെ ദശ നീക്കം ചെയ്യാനുള്ള സർജറീസ്, മൂക്കിന്റെ പാലത്തിന്റെ വളവ്, അത് കാരണം ഉണ്ടാവുന്ന കൂർക്കം വലി, അത് കറക്ഷൻ, അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കഴലകളുടെ നീക്കം വരിക, അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവണതൊക്കെ നീക്കം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഇവിടെ. പിന്നെ നമുക്കിപ്പോ ഇനി എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇപ്പൊ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഇതും കൂടെ രക്തം വരാണ്ട് അഡിനോയിഡിന്റെ സർജറി ചെയ്യുന്ന കോബ്ലേറ്റർ എന്ന് പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യ ഉണ്ട്. ആ മെഷീൻ ഇപ്പൊ സുപ്രൻ സാർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് ഉടനെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രക്തം ഒട്ടും ഇല്ലാണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിക്കലി ചെയ്യാവുന്ന സർജറിയുടെ ഉപകരണം ഉടനെ വരുന്നതാണ്. ഇതെല്ലാ സേവനങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പട്ടാമ്പി ഉൾപ്പെടുന്ന സമീപ താലൂക്കുകളിൽ നിന്നും ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തേക്ക് രോഗികൾ എത്താറുണ്ട്. എൻഡോസ്കോപ്പി ഉൾപ്പെടെ സാങ്കേതിക സൗകര്യങ്ങളെല്ലാമുള്ള വിഭാഗമാണ് ഒറ്റപ്പാലത്തെ ENT വിഭാഗം. ഡോക്ടർ ലിസിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുരാജ്, ഡോക്ടർ വിനോദ് എന്നിവരാണ് ENT ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്നത്. സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ENT വിഭാഗത്തിൽ കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടി തുടങ്ങിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു. പൊതുവെ നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഇത്രയും വിദഗ്ധമായ അതിനൂതനമായ സൗകര്യം വേണ്ട ENT സർജറീസ് നടക്കാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നടത്തുന്നത്. നമുക്കിവിടെ ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ട് ഡോക്ടർ ലിസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടന്റ് നമ്മുടെ സർജന്മാരായിട്ട് ENT സർജന്മാരായിട്ട് ഡോക്ടർ സുരാജ് ഉണ്ട്. അതുപോലെ ഡോക്ടർ വിനോദ് ഉണ്ട്. ഈ 3 സർജന്മാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ആശുപത്രിയിൽ ENT സർജറീസ് നടക്കുന്നത്. നമ്മളെ തൊണ്ട സംബന്ധിച്ച് അഡിനോയിഡ് പ്രശ്നമാണെങ്കിലും, അതുപോലെ തന്നെ ടോൺസിലിന്റെ പ്രശ്നമാണെങ്കിലും, മൂക്കിന്റെ പാലത്തിനുള്ള വളവിന്റെ പ്രശ്നമാണെങ്കിലും, അങ്ങനെയുള്ള എല്ലാ ENT സംബന്ധിച്ച ചികിത്സയും നമ്മുടെ ആശുപത്രിയിൽ നിലവിൽ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ ഫെസ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ എൻഡോസ്കോപ്പി സർജറി, നമ്മുടെ മൂക്കിന്റെ ഉള്ളിലുള്ള ദശ വളരുന്നു, അതുപോലെ തന്നെ സൈനസിന്റെ സർജറീസ്, ഇതെല്ലാം നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ENT സർജന്മാരായ ഡോക്ടർ ലിസും ഡോക്ടർ സുരാജും നമ്മുടെ കൂടെയുണ്ട്. ഏതെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ENT സംബന്ധിച്ച ആവശ്യങ്ങൾക്ക് ഏത് സമയത്തും നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നല്ല ചുരിദാറിട്ട്, ആൺകുട്ടികൾ നല്ല പാൻറ് ഷർട്ടിട്ട് രാവിലെ 10 മണിയാകുമ്പോൾ ഓഫീസിലെത്തുക, 5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടെയുള്ള ആ ഒരു പ്രതീക്ഷയിലല്ലേ നമ്മൾ വന്നിറങ്ങുന്നത്, അല്ലേ? ആണെന്ന് ആണ്, അല്ലെങ്കിൽ അല്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആണോ? ആണ്. എന്നാൽ അങ്ങനെ അങ്ങോട്ട് കണക്കാക്കണ്ട. ആ കാലഘട്ടം പോയി. പണ്ട് പറയും, മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരിക്കണം പറയും. എന്തിനാ ഈ ഗവൺമെൻറ് ജോലിക്കാരനായിരിക്കണം പറയുന്നത്? എന്തിനാണ് പറയുന്നത്? 55 വയസ്സ് വരെ ശമ്പളം കിട്ടും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ഭാര്യയെ കിട്ടും, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കിട്ടും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭർത്താവിന്, ഭാര്യ നേരത്തെ വെച്ചാൽ ഭർത്താവിന് പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ MV രമേശ്, അനുശ്രീ, KL ചന്ദ്രിക, P പാഞ്ചാലി, MA അനിത, രേഷ്മ, സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ണൻ, ജില്ലാ കോർഡിനേറ്റർ ഗോപിക എന്നിവർ സംസാരിച്ചു. വിവിധ കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ മേളയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. സെപ്റ്റംബർ 27-ന് കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ജില്ലാതല സെലക്ഷൻ ക്യാമ്പിൻ്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷിൻ്റെ അധ്യക്ഷതയിൽ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. DPO KM കൃഷ്ണകുമാർ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, കോട്ടായി ഹെൽത്ത് ഇൻസ്പെക്ടർ NS സജു, കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മണികണ്ഠൻ,
കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, വിവിധ വാർഡ് മെമ്പർമാർ, പ്രധാന അധ്യാപകർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശാന്തകുമാരി, കുടുംബശ്രീ പ്രവർത്തകർ, കോട്ടായി ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി മുരളീധരൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, ടീച്ചേഴ്സ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ചെയർമാനായും BPC അഭിലാഷ് തച്ചങ്കാട് കൺവീനറായും, കുഴൽമന്ദം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിക്ടർ ഡേവിഡ്, കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മണികണ്ഠൻ എന്നിവർ ജോയിന്റ് കൺവീനറായും, MLA PP സുമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, DPC നൌഷാദ് അലി എന്നിവർ രക്ഷാധികാരികളായും സംഘാടക സമിതി രൂപീകരിച്ചു. BRC ട്രെയിനർ ഡോക്ടർ ജഷി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും. രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നും EN സുരേഷ് ബാബു. ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം ആരോപണമല്ല, അധിക്ഷേപമെന്ന് ഷാഫി പറമ്പിൽ MP. സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞതിൽ വലിയ സംതൃപ്തിയുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 13,67,00,000 രൂപയുടെ വികസനവുമായി അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രി. നവജാത ശിശുമരണം തടയാൻ 3,20,00,000 രൂപയുടെ അത്യാധുനിക ലേബർ റൂം, 3 കോടിയുടെ CT സ്കാൻ യൂണിറ്റും ആശുപത്രിയിൽ സജ്ജം. കേരളശ്ശേരിയിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ BJP. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വെണ്ണടി നായമ്പാടത്തെ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്ന ആവശ്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് BJP മാറി. ഷൊർണൂർ VHSSന് കെട്ടിടം നിർമ്മിക്കാൻ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ സ്ഥലം കൈമാറുന്നത് സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങളുടെ കുരുക്കഴിയുന്നു. ടെക്നിക്കൽ സ്കൂളിന്റെ 50 സെന്റ് സ്ഥലം VHSSന് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയായെന്ന് P. മമ്മിക്കുട്ടി MLA. VHSSന് സ്വന്തം സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കും. ചികിത്സാ നിലവാരത്തിൽ സംസ്ഥാന ശ്രദ്ധ നേടി ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ENT വിഭാഗം. 8 മാസത്തിനിടെ ENT വിഭാഗത്തിന് കീഴിൽ മാത്രം വിജയകരമായി നടത്തിയത് 272 ശസ്ത്രക്രിയകൾ. സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ചതായി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.